സുമുഹൂർത്തമായി സ്വസ്തി സ്വസ്തി സ്വസ്തി. സൂര്യചന്ദ്രന്മാർക്കിരിപ്പിടമാകുമെൻ രാമസാമ്രാജ്യമേ, ദേവകളേ മാമുനിമാരേ, സ്നേഹതാരങ്ങളേ, സ്വപ്നങ്ങളേ, പൂക്കളേ, വിടയാകുമീ വേളയിൽ സ്വസ്തി സ്വസ്തി സ്വസ്തി. ത്രയംബകം വില്ലൊടിയും മംഗളദുന്ദുഭിയിൽ നാദവുമായി മിഥിലാപുരിയിലെ മൺകിടാവിനു രാജകലയുടെ വാമകമേകിയ കോസല രാജകുമാര, സുമുഹൂർത്തമായി സ്വസ്തി സ്വസ്തി സ്വസ്തി. ആത്മനിവേദനമറിയാതെ എന്തിനിൻ മുദ്രാഗുലിയം വലിച്ചെറിഞ്ഞു, ആത്മനിവേദനമറിയാതെ എന്തിനിൻ മുദ്രാഗുലിയം വലിച്ചെറിഞ്ഞു. രാഗചൂടാമണിച്ചെങ്കോൽ തുരുമ്പിളങ്ങെന്തിനു വെറുതെ പതിച്ചു വച്ചു കോസല രാജകുമാര. എന്നെ ഞാനായി ജ്വലിപ്പിച്ചുണർത്തിയോരഗ്നിയെ പോലും അവിശ്വസിച്ചെങ്കിലും കോസല രാജകുമാര രാജകുമാര, ഇന്നും അസങ്കൽപ്പ പാദപത്മങ്ങളിൽ തല ചാച്ചു വെച്ചേ ഉറങ്ങിയുള്ളൂ, ഉറങ്ങിയുള്ളൂ.
പിടയ്ക്കുന്നു പ്രാണൻ വിതുമ്പുന്നു ശോകാന്ത രാമായണം ദിഗന്ധങ്ങളിൽ മയങ്ങുന്നിതാശാഭാഷങ്ങൾ അധർമ്മം നടുങ്ങുന്നു മാർത്താണ്ഡ പൗരുഷം രാമശിലയായി കറുത്തു കൽപ്പാന്തവാരി സർവം സഹയാം അമ്മേ രത്നഗർഭയാം അമ്മേ ത്രേതായുഗത്തിൻ്റെ കണ്ണുനീർമുത്തിനെ നെഞ്ചോടു ചേർത്തു പുണർന്നെടുക്കൂ മുഹൂർത്തമായി സ്വസ്തി സ്വസ്തി സ്വസ്തി. ആനന്ദനം ദം ദദായനം ധനം ധനം ദദായ കാനം ധനം തം ധനം ദാനം തം ധനം ദാ ആയനം ധനം ധനം ദദായനം ധനം ധനം ദദായ കാനം തം ധനം ദാനം തം ധനം താ ആയനം തനം തം തദാ ആയനം തനം തം തദാ ആനം തം ദാനം തം താ സഞ്ജയ് സൂപ്പർ ബ്യൂട്ടിഫുൾ പെർഫോമൻസ് ആയിരുന്നു. ആൻഡ് അതിന്റെ ഒപ്പം ഈ ഒരു ഡാൻസ് കൂടെ വന്നപ്പോ അതിമനോഹരം അല്ലേ? അപ്പൊ നമുക്ക് ആളെ ഒന്ന് പരിചയപ്പെടാം. അതെ അതെ അതെ. പറയൂ, പേരൊക്കെ പറയൂ ഞങ്ങളോട്. എന്റെ പേര് ഐശ്വര്യ ഉണ്ണികൃഷ്ണൻ. സ്ഥലം ഇവിടെ തൃപ്പൂണിത്തുറ തന്നെയാണ്. ഓക്കെ, എവിടെയാ ഡാൻസ് പഠിക്കുന്നൊക്കെ? ഞാൻ നാട്യകൽപ്പ സ്കൂൾ ഓഫ് ഡാൻസ് എന്ന് പറഞ്ഞിട്ട് സൗമ്യ ബാലഗോപാൽ മിസ്സിന്റെ അടുത്താണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് ഞങ്ങളുടെ സഞ്ജയനെ സപ്പോർട്ട് ചെയ്യാൻ വന്നതില്. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു എക്സ്പീരിയൻസ്? വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം പാട്ട് പാടുന്നതുകൊണ്ട് ഒരുപാട് അങ്ങ് ഭയങ്കര എഫേർട്ട് ഇട്ട് കളിക്കാനും പറ്റില്ലല്ലോ, അപ്പൊ അത് കുറച്ച് ടഫായിരുന്നോ? ചെറുതായിട്ട്, പക്ഷെ എന്നാലും എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റി. ആള് നല്ലപോലെ പാടി തന്നു. ശാസ്ത്രീയ സംഗീതം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അന്തരീക്ഷം ഉണ്ടല്ലോ, അതുപോലെ തന്നെയാണ് ശാസ്ത്രീയ നൃത്തം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഉണ്ടാവുന്ന ഒരു അനുഭൂതി. അത് ഈ ഒരു പാട്ടില് അത് വളരെ അധികമായിരുന്നു ശരിക്കും പറയാം. കാരണം അത്ര മനോഹരമായിട്ടാണ്. എനിക്ക് നിത്യ മേനനെ മാതിരി തോന്നി. ഇവിടെ നിന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോന്നറിയില്ല. അത്ര ഭയങ്കര ക്യൂട്ടായിരുന്നു. ആദ്യം മുതൽ അവസാനം വരെ ഞാനിങ്ങനെ നോക്കിയിരുന്നു. അത്ര മനോഹരമായിട്ട് ഡാൻസ് ചെയ്തു. നമ്മുടെ ഈ ക്ലാസിക്കൽ ഡാൻസ് ഈ സമാധാനമായിട്ട് ഈ കക്കാൻ പോകുന്ന പോലെ കളിക്കുന്ന വലിയ പാടാണ്. വലിയ പാടാണ്. അതെനിക്ക് കണ്ടപ്പോൾ സത്യം പറഞ്ഞ ഒരു ശ്വാസം മുട്ട് തോന്നി. അവര് ചവിട്ടി കളിക്കുന്നത് അങ്ങനെ ചെയ്യുമ്പോഴാണ് ആ ഒരു ഫീല് കിട്ടുന്നത്. ഈ ചെക്കനടുത്ത് നമ്മുടെ ഈ സഞ്ജയ് ലീല ഭൻസാലി അടുത്ത് നിൽക്കുന്നോണ്ട് ചവിട്ടാനും വയ്യ. അത് എന്തൊക്കെയാലും വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഭയങ്കര ഗ്രേസ്ഫുൾ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സഞ്ജയ് ഡാൻസ് കളിക്കോ? വല്ല ആവശ്യമുണ്ടോ നിനക്ക് പാറു? അല്ല, ഇങ്ങനത്തെ ഒരു പാട്ടല്ലേ കമലദളം മൂവിയിലെ ഒരു പാട്ട് എടുത്തപ്പോ അതില് ലാലേട്ടൻ എന്താ ബ്യൂട്ടിഫുൾ ആയിട്ടാ കളിക്കുന്നേ. നിനക്കൊന്നും അറിയില്ലേ? അവൻ പറഞ്ഞല്ലോ പേക്കൂത്തായിരിക്കും. അറിയില്ല. ഓക്കെ, ചോദിക്കാം നമുക്ക് പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു. എം ജി സാർ. സഞ്ജയ് നന്നായിരുന്നു കേട്ടോ. കാരണം മോൻ ഒരുപാട് എഫർട്ട് എടുത്തിട്ടുണ്ട്. കാരണം ഈ പാട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അതിന് വലിയൊരു ഐഡിയ ആയിരുന്നു.
ഞാൻ ഇതിനിടെ ഒരു റീലിൽ കണ്ടായിരുന്നു, മറ്റേ ഏത് പാട്ടാണെന്ന് ഓർമ്മയില്ല. സാറിനെ പെട്ടെന്ന് ആ ഏതായിരുന്നു? മനസ്സിൽ മുതല മഴ. മനസ്സിൽ മിഥുനമഴ. അതിന് മൃദംഗം വായിക്കുന്നു, അസലായിട്ട് വായിച്ചു. താങ്ക് സാർ. ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇവരെല്ലാം കൂടെ പാടി. ഇവരെല്ലാം കൂടെ എല്ലാരും പാടി. നല്ല രസമായിരുന്നു അത്. നല്ലൊരു റീലായിരുന്നു അത്. ഒരു ദിവസം നമുക്ക് അതെ സഞ്ജയുടെ പെർഫോമൻസ് കാണണം. നോ സഞ്ജയുടെ കാണണ്ടേ സാർ? നോ എന്റെ ഒരു പാട്ടിന് സഞ്ജയ് വായിക്കണം. ഓ താങ്ക് യു സാർ. താങ്ക് യു. ഓക്കെ, നന്നായിരുന്നു മോനെ. ഇത് പാട്ട് ഇതിന്റെ ഈ സെലക്ഷൻ ഇപ്പൊ മോന് ഈ ബേസ് പോർഷൻസ് അങ്ങോട്ട് കിട്ടുന്നില്ല. അതിപ്പോ എന്തോ ചെയ്യാനാ? കാരണം മേളിലൊക്കെ പോകുന്നുണ്ട്. അപ്പം ഇത് കുറച്ച് പിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര പിച്ചായി പോകും, മേളിൽ പോകത്തില്ല. അപ്പം മേളിലും വയ്യ താഴെയും വയ്യത്തുള്ള ഒരു സിറ്റുവേഷനിലാണ് ഈ പാട്ട് നിൽക്കുന്നത്. അപ്പൊ ഇതിന്റെ സെലക്ഷൻ വേണമെങ്കിൽ വേറൊരു പാട്ട് എടുക്കാമായിരുന്നു. ഇതിനകത്ത് ഇപ്പൊ ബേസിക് ആയിട്ട് ഉണ്ടായിരിക്കുന്ന ഒരൊറ്റ പ്രശ്നം ഇത് മാത്രമേ ഉള്ളൂ. ഈ താഴെ പോകുമ്പോ ഉണ്ടല്ലോ ത്രയം, ആ ശ്രുതി എത്ര? ത്രയംബകം പസനിരി, ആ ഒരു സ്ഥലങ്ങൾ ഒരുപാട് സ്ഥലത്ത് സ്വസ്തിയിൽ വരുന്നത് സ്വസ്തി സ്വസ്തി, അവിടെയൊക്കെ എല്ലായിടത്തും ഈ ഒരു താഴത്തെ പോർഷൻസ് വരുന്നുണ്ട്. മോൻ അത് പാടുമ്പോഴത്തേക്കും കൊണ്ട് രജിസ്റ്റർ ആവുന്നില്ല, അങ്ങോട്ട് ഇടിച്ച് നിൽക്കുന്നില്ല. പിന്നെ രാജകുമാര എന്ന് പറഞ്ഞൊരു പോർഷൻ, പിന്നെ തലചായ്ച്ച് വെച്ചേ ഉറങ്ങിയുള്ളൂ, അവിടെയൊക്കെ ചെറിയ 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 ഇതുണ്ട്. ഇറ്റ്സ് എ വെരി ഗുഡ് ആർട്ടിസ്റ്റ്. കാരണം ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഈ നമുക്ക് പോകണ്ടേ സാധനം. പാസാനേരി ആ റേഞ്ചില്ല, മേലോട്ട് പോകുന്നുണ്ട്. പക്ഷെ ഇതിപ്പം ത്രയംബകം എന്ന് പാടിക്കഴിഞ്ഞാൽ മോന് കറക്റ്റ് ആയിരിക്കും, പക്ഷെ മേളില് പ്രശ്നവും ഇല്ലേ? ആണോ? ആ പോർഷൻ ഒന്ന് നോക്കിക്കോ കേട്ടോ. എന്തായാലും നന്നായിട്ട് പാട്ടൊക്കെ കൊള്ളായിരുന്നു. ഈ ഒരു സ്ഥലമാണ് എനിക്ക് ആകെപ്പാട് എല്ലാം ഈ താഴെ പാടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, അത്രേ എനിക്ക് തോന്നിയുള്ളൂ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. ശരത് സർ. സഞ്ജയ് ലീല ഭൻസാലി സാറേ, നല്ല ജ്ഞാനസ്ഥനാണ് നീ, അതിൽ നമുക്ക് ഒന്നും ഒരു സംശയവുമില്ല കേട്ടോ. ഇപ്പൊ സംഭവിച്ചത് ബേസിക് ആയിട്ടുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ബേസ് ഒക്കെ സിക്കായിരുന്നു. ലോ പോർഷൻ വലിയ കഷ്ടപ്പാടായിരുന്നു കുഞ്ഞിന് പാടാൻ. അത് കുഴപ്പമില്ല കേട്ടോ, അത് എല്ലാവർക്കും അങ്ങനെ അത്ര ഭീകരമായിട്ടുള്ള ലോ വേണമെന്നൊന്നുമില്ല. സഞ്ജയ് മോനെ, നിന്നെ കൊണ്ട് ബെസ്റ്റായിട്ട് പാടാൻ പറ്റിയ എല്ലാ റേഞ്ചും കവർ ചെയ്യാൻ പറ്റിയ ഒരു പാട്ട് വേണം എടുത്തോണ്ട് വരാൻ. കാര്യം സ്കോർ ചെയ്യണ്ടേ. ഇതിപ്പം നമ്മൾ ഈ ലോ പോർഷൻ കേട്ടിട്ടില്ല, എന്താ നീ പാടിയെന്ന് അറിഞ്ഞുകൂടാത്തൊരവസ്ഥയുണ്ട്. നല്ല ജ്ഞാനസ്ഥനാണ്, അതിലൊന്നും ഒരു ഡൗട്ടും ഇല്ല. ഉഗ്ര ഒരു ചക്കരയാണ് നീ. എടാ ഒന്ന് നോക്കണം, അടുത്ത വട്ടം വരുമ്പോൾ കൃത്യമായിട്ടുള്ള നമുക്ക് എല്ലാം കേൾക്കണം, എല്ലാം പാടാൻ കഴിയണം നമുക്ക് കേട്ടോ. അപ്പൊ അതേ ഉള്ളു. പിന്നെ ഈ സൂര്യചന്ദ്രൻ ഇത്രയും മൈക്ക് അടുത്ത് പിടിച്ച ചന്ദ്രന്മാരെന്താ കേട്ടത് ഞാൻ. അത് കുറച്ച് ദൂരെ വെച്ചെന്ന് പാടാമോ? സൂര്യചന്ദ്രൻ സൂര്യചന്ദ്രന്മാർ. മതി സൂര്യചന്ദ്രന്മാർ, സൂര്യ എന്നല്ലേ സൂര്യ എന്ന് കേൾക്കുവോ? വെച്ച് ഇതിനകത്ത് ഊതിയാല് ഈ ത്രയംബകമൊക്കെ കേൾക്കാതിരുന്ന അതാണ്. ഈ ലോ പോർഷനാണ് നമ്മൾ നോട്ട് ചെയ്തേക്കുന്നതൊക്കെ. കിടന്ന് കഷ്ടപ്പെട്ടു എന്നുള്ളത്, ബാക്കി എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. ഇനി ഈ അടുത്ത തവണ വരുമ്പം സെലക്ഷൻ, ഇത് ഉഗ്രം പാട്ടാണ്, പക്ഷെ നമ്മുടെ റേഞ്ചിന് പറ്റുന്നില്ലെന്നേ ഉള്ളൂ. അപ്പൊ ചക്കരെ ലവ് യുടാ. എന്തെങ്കിലും നിന്റെ പേക്കൂത്തൊന്ന് എനിക്ക് കാണണമെന്നുണ്ട്. പറ്റുമോ? ചെയ്യാൻ പറ്റുമോ? മടക്കി കുത്തിക്കോ. അല്ല, അധികമൊന്നും ചെയ്യാൻ പോണില്ല പാവം. കാരണം കുറച്ച് മതി കേട്ടോ. ഞാൻ പേക്കൂത്തെന്ന് പറയാം. ഏതാ കുത്തുപാട്ടാണോ വേണ്ടത്? ഏതെങ്കിലും ഇതിലേ മധുചന്ദ്രികയേ, ഇവരിൽ മധുരം മതിയേ. മാനത്തമ്മാനമാടാൻ എന്താടി മൈനെ ചെല്ലാതടി, തമ്പ്രാന്റെ കൈയിൽ എന്താണ് പെണ്ണെ പൊന്നാട വാങ്ങാൻ വയ്യാതടി. ചക്കരെ എടാ സൂപ്പറായിട്ടുണ്ട്. വണ്ടർഫുൾ. എന്താ എനർജി. സൂപ്പർ. എനിക്ക് അതിലൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്നറിയാമോ? ആദ്യത്തെ തട്ടുകൊടുക്കാനൊരു ശ്രമം നടത്തിയില്ലേ, അത് എവിടം വരെ പൊക്കി. സൂപ്പറായിട്ടുണ്ട്. എനിക്ക് ഡാൻസ് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. ഉറപ്പായിട്ടും വൈറൽ
വൈറലാവും കണ്ടോ. ഷോ ഓക്കെ, താങ്ക് യു ശരത് സാർ, അതിനൊരു ഓപ്പർച്യൂണിറ്റി തന്നു. വണ്ടർഫുൾ ഡാൻസ്. അതെ അതെ, സമ്മതിച്ചു. ചേച്ചി സഞ്ജയ്, നിന്റെ ലീലകൾ ഭൻസാലിയായിരുന്നു. താങ്ക് യു സാർ, താങ്ക് യു മാം. അടിപൊളി. എന്താണ് ഇത്രയും നേരത്തെ ഗോപികയൊക്കെ നിന്ന് അടങ്ങി നിന്ന് പാടിയ മനുഷ്യനാണോ ഇങ്ങനെ പാടുന്നത് ചിന്തിച്ചു പോവും പെട്ടെന്ന്. അത് ആ പേക്കൂത്ത് വളരെ കറക്റ്റ് ആയിരുന്നു. അതെ, താങ്ക് യു. പക്ഷെ അത് രസം ഉണ്ടായിരുന്നു, ഒരു എനർജി ഉണ്ടായിരുന്നു. ഓ ഭയങ്കര എനർജി. അതെ സഞ്ജയ്, ബ്യൂട്ടിഫുൾ സോങ് സെലക്ഷൻ. എന്ത് മനോഹരമായിട്ടാണ് പാടിയത്. അത് നമ്മുടെ ഓർക്കസ്ട്ര സൂപ്പറായിട്ട് വായിച്ചു. എനിക്ക് ആ ശംഖ്, അതിൻ്റെ ഇടയിൽ ഒരു ശംഖിൻ്റെ ടോണ് വന്നപ്പം മൈൻഡ് ബ്ലോയിങ്. അതൊരു വല്ലാത്തൊരു ഫീല് തന്നെയായിരുന്നു. ബ്യൂട്ടിഫുൾ. അപ്പം അങ്ങനത്തെ ഒരു സോങ് സെലക്ഷന് 100 മാർക്ക്. താങ്ക് യു മാം. പക്ഷെ മോന് ഈ സോങ് സെലക്ഷൻ ശരിയായിരുന്നോ എന്ന് ചോദിച്ചാൽ അത് ഒന്ന് ഡൗട്ട്ഫുൾ ആണ്. ഇതൊക്കെ നമുക്ക് പാടാം, സ്റ്റേജിൽ നമ്മുടെ ആഗ്രഹം തീർക്കാൻ നമുക്ക് പാടാം. പക്ഷെ ഒരു കോമ്പറ്റീഷൻ വേദിയാവുമ്പോൾ അത് ചില കാര്യങ്ങൾ കുറച്ചൊന്ന് സ്മാർട്ട് സെലക്ഷൻ ആവാം. കാരണം ഈ ലോ പോർഷൻസ് വല്ലാണ്ട് അത് നമുക്കത് ഫീൽ ചെയ്യാം, അവിടെ ഒരു ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യാം. ഇതിന് മുന്നേ പാടിയ പാട്ടുകളും ബുദ്ധിമുട്ടുള്ള പാട്ടുകൾ തന്നെയാണ്. പക്ഷേ ഈ ലോ റേഞ്ച് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതൊന്ന് വർക്ക് ചെയ്താൽ മാത്രമേ ശരിയാവുള്ളൂ. പിന്നെ ഈ മൈക്ക് പ്ലേസ്മെന്റ് കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. റെക്കോർഡ് ചെയ്ത് കേൾക്കുക. അവനവൻ പാടുന്നത് റെക്കോർഡ് ചെയ്യുക, കേൾക്കുക എങ്ങനെയുണ്ട്. പഴയ പോലെയല്ലേ ഇപ്പം എല്ലാം ഹൈടെക് സംഭവങ്ങളില്ലേ എല്ലാവർക്കും. ഇതൊക്കെ നിഷ്പ്രയാസം വീട്ടിൽ ചെയ്ത് നോക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് റെക്കോർഡ് ചെയ്ത് കേട്ടിട്ട് എങ്ങനെയുണ്ട് ക്ലാരിറ്റി ചെക്ക് ചെയ്യുക. ഓക്കെ, അത് മാത്രമേ എനിക്ക് ഇതിൽ തോന്നിയുള്ളൂ. അതർവൈസ് യു ആർ എ ഫാന്റാസ്റ്റിക് സിംഗർ ആൻഡ് എ ഫാന്റാസ്റ്റിക് ഡാൻസർ. അതെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. സഞ്ജയ് മാർക്ക് ചോദിക്കാം. MG സാർ. സഞ്ജയ് 8.6. താങ്ക് യു സാർ. ശരത് സാർ. സഞ്ജയ്, സാറേ ഞാനൊരു ബാലമുരളി സാറിന്റെ വർണ്ണം പാടി നീ മൃദംഗം വായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതും നമുക്ക് സാധിക്കാം. അതുകൊണ്ട് ഇത് വേറൊന്നിനുമല്ല, നീ പാടിയതിന് നമ്മൾ മാർക്കേ ഇല്ല, നിന്റെ ഡാൻസിനാണ്. ഓക്കെ, താങ്ക് യു സാർ. ചേച്ചി. സഞ്ജയ്, മോനെ ഈ പെർഫോമൻസിന് 8.6. താങ്ക് യു ചേച്ചി. ഓക്കെ, സോ ടോട്ടൽ 17.2. യെസ്. അപ്പൊ സഞ്ജയ് ഓൾറെഡി 2 പ്രോഗ്രാം ബുക്കിംഗ് കിട്ടിയിട്ടുണ്ട്. അടുത്ത പ്രോഗ്രാംസ് വഴിയേ വരും. ഓക്കെ, ഡാൻസ് ആയിരിക്കും, പാട്ടായിരിക്കില്ല. ഇല്ല അല്ലേ? എന്താണെങ്കിലും നമുക്കത് കാണണം. വെയിറ്റിംഗ് ആണ് നമ്മൾ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.